ഇന്ന് മണ്ണ് ഇറക്കാനായിട്ട് കുറച്ച് വലിയ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. എന്ന് നമ്മൾ അധികം ചെറിയ ചട്ടിയിൽ ഇറക്കുന്നൊക്കെയല്ലേ കാണിച്ചിട്ടുള്ളത്. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. ഇതൊക്കെ മണ്ണ് ഇറക്കണമെങ്കിൽ അത്യാവശ്യം മണ്ണും വളമൊക്കെ വേണം കേട്ടോ. അപ്പൊ ഇത് എന്തിനാന്ന് പറഞ്ഞതാ, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതാ കുറ്റിക്കുരുമുളകിന്റെ തൈകൾ കൊണ്ടുവച്ചിരുന്നു കേട്ടോ. നമുക്ക് കുറ്റിക്കുരുമുളക് കായ്ച്ചു നോക്ക്. അതാണ് കുറ്റിക്കുരുമുളകിന്റെ പ്രത്യേകത. ഇഷ്ടംപോലെ കായ്കൾ ചെറിയ തൈയാകുമ്പോൾ തന്നെ ഉണ്ടാവും. ഇതൊക്കെ കളയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കൊടുന്നത് ഉമ്മയും പെങ്ങളെ വീട്ടിൽ നല്ല കുറ്റിക്കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ഒരു ചട്ടിയിൽ നട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടർന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓളും ഉമ്മയും കൂടെ നമ്മുടെ ഇതിന്റെ തൈകളൊക്കെ, നമ്മുടെ പൂച്ചെടിയുടെ തൈകളൊക്കെ വാങ്ങാൻ നഴ്സറി പോയ സമയത്ത് കളകളൊക്കെ വന്നിട്ട് കേട്ടോ. നഴ്സറി പോയ സമയത്ത് ഉമ്മ അങ്ങനെ അവളെ വീട്ടിൽ കണ്ടിട്ട് ഉമ്മക്ക് ഇത് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന തൈകളാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. കുറേ ദിവസമായി ഞാൻ പറഞ്ഞില്ല, കളയൊക്കെ നിറഞ്ഞത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ സമയം കിട്ടിയില്ല നിറയ്ക്കാനായിട്ട്. നമുക്ക് പിന്നെ ഇഷ്ടം പോലെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറ്റിക്കുരുമുളക് ഒരു ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് പറയാം. കളയൊന്ന് പറിച്ച് ഒഴിവാക്കട്ടെ. ഏതായാലും ഇതെടുത്തല്ല, പുല്ലൊക്കെ നല്ല ഉറച്ച് പിടിച്ചിട്ടുണ്ട്. നല്ല ഉറപ്പാ. ഇനി ഓരോ ഇളക്കി അതിന്റെ ചോട് ഇളകിപ്പോവും. ഇത് കൊടുക്കട്ടെ. അപ്പൊ ഇത് നടാനായിട്ട് നമ്മള് വലിയ ചട്ടി ഉണ്ട്. എന്താ വെച്ചാൽ ഇനി കുറെ കാലം നമ്മൾ ഇതിൽ വെക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വലിയ ചട്ടി എടുത്തിട്ടുള്ളത്. വലിയ ചട്ടി എന്ന് പറയുമ്പോൾ തന്നെ പേടി, ഇത്രയും ഞാൻ പറയല്ലോ നിറയ്ക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിൽ നിറച്ചു കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്, നമ്മൾ സ്ഥിരം എന്ന് നിറയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ. മണ്ണ്, മണല്, കുമ്മായം ഇത് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇതിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളിതാ കുറച്ച് ആട്ടിൻകാഷ്ടം എടുത്തിട്ടുണ്ട് ഇതിൽ ഇടാനായിട്ട്. നല്ല ആട്ടിൻകാഷ്ടം, നല്ല ആട്ടിൻകാഷ്ടം ഉണ്ട്. നല്ല പൊടിയാട്ടോ, മണി രൂപത്തിലുള്ള അധികം പൊടിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ആട്ടിൻകാഷ്ടമാണ്. പിന്നെ ഇതിലിതാ ഇത് നമ്മളെ കുരുമുളക് വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും രണ്ടും ഉണ്ട് കേട്ടോ. വേപ്പ് പിണ്ണാക്ക് കുറച്ച് കട്ടായിട്ടുള്ള പിണ്ണാക്ക് രൂപത്തിലുള്ള ഇതിനപ്പം നമ്മൾ കുറെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മണ്ണിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇത് നമ്മളെ കരിയില നമ്മൾ ചട്ടിക്ക് അടിയിൽ ഇട്ട് കൊടുക്കാനുള്ള ഓടിന്റെ പൊട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചട്ടി നിറയ്ക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ നിറയ്ക്കുന്നത് കാണിച്ചതിന് മുന്നേ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ കിട്ടും, മറന്നുപോയി. ഓക്കെ, ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആട്ടിൻകാഷ്ടം ആദ്യം ഇതിലേക്ക് അങ്ങോട്ട് ഇടാം. ഇത് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ മണ്ണും മണലും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്താണ്. അതൊക്കെ നമ്മൾ ഗ്രോ ബാഗും ചട്ടിയൊക്കെ നിറയ്ക്കുന്നത്. നമുക്ക് മണ്ണിൽ നോക്ക്, അതാണ് ആട്ടിൻകാഷ്ടത്തിലൊക്കെ ഒരു കണ്ടില്ല എന്താ ഗുണം, ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ അറിയുന്നത് ഈ മണ്ണിൽ ഉണ്ടാകുന്ന അത്യാവശ്യം നല്ല സൂപ്പർ. നല്ല മണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല മണ്ണിന് ഇളക്കം സംഭവിച്ചിട്ട് വേരോടും, കറക്റ്റ് വേരോട്ടം കിട്ടും, മണ്ണ് ഉറച്ചു പോകില്ല. പിന്നെ നമ്മൾ ഇതിൽ ചകിരിച്ചോറ് ഇടുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കമ്പോസ്റ്റ് ഇട്ട കൂട്ടത്തിൽ തന്നെ നമ്മളെ കോഴിഷെഡിലെ അറക്കപ്പൊടിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണാൻ ഇതിലേക്ക് ഇളകിപ്പോയപ്പോൾ അറക്കപ്പൊടി അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് ഒന്നും ഇടാത്തും. പിന്നെ ഈർപ്പം നിൽക്കും, വേരോട്ടത്തിന് നല്ലതാണ്. ഇനി നമ്മളെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ഇതെല്ലാത്തിനും നല്ലതാണ്. വള്ളിക്ക്, കുരുമുളക് വള്ളിക്ക് ഏറ്റവും നല്ല ജൈവവളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ് ആട്ടിൻകാഷ്ടത്തിനൊക്കെ കൂടെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും. നല്ല ഒന്ന് ഇളക്കി മറിക്കട്ടെ കേട്ടോ. എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ തേങ്ങ പൊളിക്കുന്നതിനൊക്കെ ചകിരിന്റെ ആ നാരാട്ടോ. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിൽ ഇടലുണ്ട്. മണ്ണ് മിക്സ് ചെയ്യുന്നതിൽ ചകിരിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഒക്കെ നല്ലതാണ്. നല്ല ഈ വേനൽക്കാലത്താണ് ഇതിനൊക്കെ ഗുണം കിട്ടുക. നല്ല തണുപ്പ് വെക്കും. നമ്മൾ ആദ്യം ഒരു ചട്ടി നിറയ്ക്കുക. ചട്ടി നിറയ്ക്കുമ്പോൾ പുതിയ ചട്ടി എടുക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം നോക്കണം കേട്ടോ. നമ്മൾ ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും, ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഈ ഇഷ്ടിക വെക്കുന്ന പറഞ്ഞല്ലോ, കറക്റ്റ് നമ്മൾ ഈ ഹോളിന്റെ മോൾ ഭാഗത്തായിട്ട് ഹോൾ അടയാതെ വെക്കാനും കൂടെ കേട്ടോ നമ്മൾ ഇഷ്ടിക വെക്കുന്നത്. പിന്നെ കെട്ടിയിരിക്കുന്ന വെള്ളമൊക്കെ വലിഞ്ഞു പോകും, അങ്ങനത്തേനും പറ്റും, വലിഞ്ഞു പോകാനും പറ്റും. അത് നമ്മൾ ഹോൾ അടയരുത്, അതാണ് മെയിനായിട്ട്. നമ്മൾ കറക്റ്റ് ഇതുപോലെ ഇത്ര വെച്ച് കൊടുക്കുക. ഇനി നമ്മളെ കരിയില പിന്നെ ഇഷ്ടം പോലെ നമ്മള് പ്ലാവില, ആടുകൾക്ക് പ്ലാവില വെട്ടുന്ന സമയത്ത് കൊഴിഞ്ഞ ഇലയൊക്കെ ഇതുപോലെ ചാക്കിൽ പെറുക്കി വെക്കല. ചില സമയം കരിയിലൊക്കെ ഭയങ്കര ഡിമാൻഡ്, കിട്ടൂല. അത് നല്ല സെറ്റാക്കി വെച്ചാൽ അത്യാവശ്യം മാക്സിമം നമുക്ക് പറ്റുന്നത്ര കരിയില ഇട്ട് വെക്കാം, മതി. വെച്ചിട്ടുണ്ട്. ഇനി നിറച്ചു കൊടുക്കാം. നല്ല ഇളക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ടുകൊണ്ട് അതെല്ലാ ഭാഗത്തേക്ക് എത്താനൊക്കെ ആയിട്ട് നല്ല ഇളക്കിയിട്ടുണ്ട്. ആട്ടിൻകാഷ്ടം ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് ആട്ടിൻകാഷ്ടമൊക്കെ ഇനി കുറച്ച് സെറ്റായി കഴിഞ്ഞ് പിടിച്ചതിന് ശേഷമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഓവർ ഇടണ്ടെന്ന് വെച്ചിട്ടാ. എന്താ വെച്ചാൽ ചെടി വേരുകളൊക്കെ ഒന്ന് ആയി വരണ്ടേ. ഇത് മതി, ഓവർ നിറയ്ക്കുന്നില്ല. ഇത്ര വെച്ചിട്ട് ഇനി മറ്റു 2 ചട്ടിന്ന് വേഗം നിറക്കട്ടെ കേട്ടോ. കറക്റ്റ് ആയിരിക്കും ഈ നിറച്ച് വെച്ചതിലൊക്കെ, അല്ല ഈ മിക്സ് ചെയ്ത് വെച്ച് കറക്റ്റ് ചട്ടിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ചത്ര കൂടുതലൊന്നും ഉണ്ടാവില്ല. ഏറ്റവും പണിയുള്ള കാര്യമാണ് നമുക്ക് ഇതിലോട്ടുള്ള സമയമല്ലോ. പണി എന്ന് പറഞ്ഞാൽ അത് മണ്ണിലൊക്കെ മണ്ണ് നമുക്ക് എങ്ങനെ കൊത്തി ഉണ്ടാക്കാം. ഈ മണല് കറക്റ്റ് കിട്ടണം. മണലുണ്ടെങ്കിൽ നല്ല നമ്മളെ മിക്സ് ചെയ്യുന്നതിൽ മണ്ണ് ഉറക്കാതൊക്കെ ഉള്ളൂ. ഇപ്പൊക്കെ പുഴയിൽ വെള്ളം കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, കിട്ടുന്നൊക്കെ മണല് വാരിയെടുത്ത് വെക്കുന്നുണ്ട്.
നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയല്ലോ. നല്ല കരിയില കിട്ടിയിട്ടില്ല. കരിയിലും കണ്ടോ നല്ല മണ്ണിര എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ അധികം നമുക്ക് ഇങ്ങനെ ജൈവമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല മണ്ണിലുണ്ട്. നമ്മുടെ മണ്ണിലും ഉണ്ട്, എവിടെ നോക്കിയാലും മണ്ണിലുണ്ട്. മണ്ണിലുള്ളത് ഏറ്റവും നല്ലതാണ്. മണ്ണിൽ എത്രത്തോളം മണ്ണിലുണ്ടോ അത്രയും മണ്ണ് ഗുണം ചെയ്യും. ഇനി അരി നിറയ്ക്കട്ടെ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ വേപ്പിണ്ണാക്കിന്റെ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറെ കീടങ്ങളൊക്കെ മണ്ണിലിരുന്ന കീടങ്ങളൊക്കെ പോയി കിട്ടും. മൂന്ന് ചട്ടി നിറച്ചിട്ട് ഇത്ര മണ്ണ് ബാക്കിയുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നിറച്ചത് കണ്ടില്ലേ, മുഴുവനായിട്ട് നിറച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. നമ്മളെ തൈകൾ ഉണ്ടില്ല, നല്ല കുഴപ്പമില്ലാത്ത തൈകളാണ്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. കുരുമുളകിന്റെ തൈന് എത്ര 60 രൂപ ഒരു ഇങ്ങനെ ഒരു ചട്ടിക്ക് 60 രൂപ ഉള്ളൂ. ചെറിയ ചട്ടിക്ക് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കുരുമുളകിന് 60 രൂപ വില വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എടുക്കുന്നതിന് മുന്നേ ആദ്യം ഇതൊന്ന് ഇങ്ങനെ ഉറച്ചു വെക്കല്ലേ, ചെറിയൊരു പണി ഒപ്പിക്കാറുണ്ട്. നമ്മളിങ്ങനെ ചെരിച്ചു പിടിച്ചിട്ടേ ഇവിടെ അങ്ങനെയാക്കി ചെറുതായിട്ട് മുട്ട കേട്ടോ. അപ്പൊ തന്നെ പോരും. അപ്പൊ നട്ടു കൊടുക്ക. ഇതിന്റെ സെന്ററിൽ തന്നെ നമ്മളൊരു കുഴി എടുക്കുക ചെറുതായിട്ട്. വലിയ കുഴിയൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് മണ്ണ് ഇടുന്നതുകൊണ്ടാണ് മുഴുവനായിട്ട് നിറയ്ക്കാന്ന്. ഇങ്ങനെ കൊട്ടിയെടുക്കുക. സംഭവം കണ്ടില്ലേ, മെല്ലെ വെച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങളെ ബിസ്മി ചൊല്ലിട്ട് വെക്കാം. ഞങ്ങൾ എന്ത് ചെയ്യാലും ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അങ്ങനെ ചെയ്താൽ അത് കുഴപ്പമില്ല. അത് എത്ര വിശ്വാസം കേട്ടോ. അപ്പം വെച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെരുവുണ്ടോ. ഇനി നമുക്ക് പറഞ്ഞില്ലേ മിക്സ് ചെയ്ത് വെച്ച സാധനം വേണമെന്ന് അതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഇഷ്ടം പോലെ പന്നീരിനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറ്റിക്കുരുമുളക് അതൊരു എന്താ പറയാ, കുരുമുളകിന്റെ ആവശ്യത്തിന് മാത്രമല്ല, നല്ല ഭംഗിയാണ് ഇതിങ്ങനെ വെച്ചാലൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലൊക്കെ. പിന്നെ ഇത് ഒരിക്കലും പടരൂല കേട്ടോ. അങ്ങനെ പടർന്ന് വള്ളിയായിട്ട് മേലോട്ട് പോവില്ല. നമ്മൾ വെക്കുന്ന ചട്ടിയിലാണ് എന്തിലാണ് അതിന് ചുറ്റും പടർന്നു വരുന്നത്, അല്ലാതെ വള്ളിയായിട്ട് മുകളിലോട്ട് പടർന്നു പോവില്ല. പെങ്ങളോടത്ത് നല്ല ഭംഗിയുണ്ട്. പിന്നെ പെങ്ങളൊക്കെ വെച്ചത് അവർ കുരുമുളക് ഷോയ്ക്ക് മാത്രമല്ല, അവർക്കൊക്കെ ആവശ്യത്തിനാണ്. പക്ഷേ തോട്ടം കുറവാണ്. അവൾക്കുള്ള സ്ഥലത്ത് അവൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ കുരുമുളകിന് ആവശ്യത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് ആവശ്യം വരുമല്ലോ. അതുകൊണ്ടാണ് ഒരു ചട്ടിയിലൊക്കെ നട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ചട്ടിയാണ് വെച്ചാന്ന് അറിയില്ല, മണ്ണിലാന്ന് വിചാരിക്കുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ പടർന്നുണ്ടായിട്ടുണ്ട്. നമ്മളെന്തായാലും ഇനി ഓണം വീട്ടിൽ പോകുമ്പോൾ ഒരു വീഡിയോ എന്തായാലും കാണിച്ചു തരാം. ഇനി അടുത്തത് എടുത്തിട്ട് വേഗം കൊട്ടിയിട്ട് 3 നടട്ടോ. 1 നട്ട് കഴിഞ്ഞു, 3 ഇല്ല, ഇനി 2 കൂടെ ഉള്ളൂ. ചിലത് വേഗം കിട്ടും. വലിയ കുഴിയൊന്നും വേണ്ടല്ലോ അല്ലേ. അത്യാവശ്യം മണ്ണിടാത്തതുകൊണ്ട് ആർപ്പിടാക്കി മതി. നമുക്ക് എന്തായാലും മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കണം. ചെറിയൊരു കരിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഡെയിലി നനയ്ക്ക് നമ്മൾ ചെറിയ ചട്ടിയിലൊക്കെ ആയതുകൊണ്ടേ മറന്നു പോയിട്ട് ചെറിയൊരു വാട്ടൊക്കെ വന്നിരുന്നു. നമ്മൾ വെച്ചിട്ടുള്ളത് ഇവർ ഈ കൂടകളൊക്കെ വെക്കുന്നതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുമ്പോൾ നനയുന്നില്ല. റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്ത് ഇരുന്നുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ചോട്ടിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി റെഡി ആയിക്കോളും. ഇനി ഇങ്ങോട്ട് വേഗം വളർന്നിട്ടും. പെങ്ങളതൊക്കെ ഒരു വർഷത്തിന്റെ അടുത്തായി. 1 വർഷം ആകുമ്പോഴത്തേക്കാണ് നല്ല അങ്ങോട്ട് ആയി കിട്ടുക. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വളർന്നു കിട്ടൂല. അതിനനുസരിച്ച് നമ്മൾ നോട്ടം വേണം കേട്ടോ. ഇതിന് മുന്നേ കുറെ മുന്നേ നമ്മൾ ഇത് കൊണ്ട് നട്ടിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് നോക്കാനായിട്ട് എന്തായി, ഒരു ഉണക്ക് വന്നിട്ട് അങ്ങനെ ഇത് ചെറിയൊരു ഇങ്ങനെ തെളിപ്പ് വന്ന് പിന്നെ അങ്ങനെ മൊത്തം നശിച്ചു പോയി. ഇതാണ് എല്ലാത്തിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പരിചരണം കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ പള്ളികൾ പോകും. ഇത് കണ്ടില്ലേ, നല്ല കായ്കളുണ്ട്. 1-2 മണിയൊക്കെ തീർന്ന് കൊഴിഞ്ഞു പോയതാ, എന്താ അറിയില്ല. എടുത്തത് എന്തായാലും കറക്റ്റാണ്. മണ്ണ് അളന്നെടുത്ത പോലെ ഉണ്ട്. അളന്നതൊന്നല്ല കേട്ടോ, നമുക്ക് ഏകദേശം അറിയാലോ ഓരോ ചട്ടിയുടെ സൈസ്. കുറച്ചായാലും ഇപ്പൊ ഈ ചട്ടി ഇറക്കി തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ചെറുതിന് എത്ര കൊള്ളും വലുതിന് എത്ര കൊള്ളും എന്നൊക്കെ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ട്. കണ്ടില്ല, പറഞ്ഞില്ലേ, ഈ അളവ് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് വളങ്ങളും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരിക്കുകയും ചെയ്യുമല്ലോ. നമ്മുടെ കരിയിലൊക്കെ വെച്ചൊന്ന് താഴ്ന്നതനുസരിച്ച് ഇരിക്കുകയും ചെയ്യും. ഇപ്പൊ കുറ്റിക്കുരുമുളക് പറ്റുന്ന എല്ലാവർക്കും നട്ടു കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വീട്ടിലുള്ളവർക്ക് ഈ പച്ചക്കുരുമുളക് കറിയിലിടണമെങ്കിൽ ഉമ്മയും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നോട് വിളിച്ചു പറയാം, തോട്ടത്തിന് വരുമ്പോൾ കുരുമുളക് കൊണ്ടുവരുന്നത് പച്ചക്കുരുമുളക് ആവശ്യമുണ്ട് മീൻ കറിയിലൊക്കെ ഇടണമെങ്കിൽ. അപ്പൊ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് വരിക, അതുവരെ പൊട്ടിക്കുക, എടുത്ത് പോവുക. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉണക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറയാം, ഇത് ഓൾ സീസൺ ആണ്. നമ്മൾ സാധാ കുരുമുളകൊക്കെ കാപ്പിയൊക്കെ വർഷത്തിൽ ഒരു തവണ ഉണ്ടാവുള്ളൂ.
പിന്നെ അതിന് വിളവെടുക്കും ഒരു വർഷമാവും, നമുക്ക് കായ്ച്ച് ഒരു വർഷം കൊണ്ട് വിളവെടുത്ത് തീരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു തവണ ഉണ്ടായി പെങ്ങളതാ പറഞ്ഞത് ഫുൾ ടൈം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവള് പറയാ നിങ്ങൾ കുരുമുളക് പറിക്കുന്നതിൽ സ്പീഡിൽ എനിക്ക് കുരുമുളകും കിട്ടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉണക്കി വെക്കുന്നു. എന്ന് വെച്ചാൽ 1 കിലോന്റെ മേലൊക്കെ അവളെ ഉണക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഇങ്ങനെ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് തന്നെ വെയിൽ വരുന്ന സമയത്ത് ഉണക്കുക, എല്ലാ സമയത്തും പച്ച ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവരും പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് തോട്ടം കാര്യങ്ങളുണ്ട്, നമ്മൾ സ്ഥലം ഇല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനത്തെ ഒറ്റ ചോട് നട്ടാൽ മതി. അതുപോലെ വീട്ടാവശ്യത്തിനും എനിക്ക് കറിയിലും കാര്യത്തിലും ഇടാനൊക്കെ കുരുമുളക് ഉണ്ടായി കിട്ടും. ഞാൻ പറഞ്ഞാൽ വലിയ റിസ്ക്കും കാര്യമൊന്നുമില്ല, വലിയ വിലയില്ല. നമ്മളായിരിക്കും ഞാനൊക്കെ ആദ്യം വിചാരിച്ചു കുറ്റി കുരുമുളക് നല്ല റേറ്റ് വരും, ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സാധനമാണല്ലോ ഇത്. എന്ന് വെച്ചാൽ പടർന്നിന്റെ സാധനത്തിനെ കുറ്റിയാക്കി എടുത്തതല്ലേ, അപ്പൊ അത്ര വിലയില്ല. 60 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമല്ല, ഒരു വിലയല്ല. പെട്ടെന്ന് നമുക്ക് എല്ലാവരും നട്ടുണ്ടാക്കിയൊക്കെ നോക്കുക, നല്ല റിസൾട്ടും കാര്യം കഴിക്കും. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും. പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്, മഴക്കാറുണ്ട്. ഇന്നലെ മഴ പെയ്യാൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ചാറിയിട്ട് പോയി. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ, ഇന്ന് പച്ചക്കറി നടന്ന പണിയാണ്, അതിനാണ് ഉമ്മക്കാണ് പൂച്ചെടി ചെറിയ വയ്ക്കാനൊക്കെ സഹായിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നട്ടിട്ടില്ല. ഇന്നലെ മഴ തുള്ളിയിടാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞ് പെയ്യാണെങ്കിൽ ഇന്ന് രാവിലെ നടാന്ന്. പക്ഷെ ഇന്നും മഴക്കാറുണ്ട്, ഇനി മഴ നോക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, വലിയ മോട്ടർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുഴയിൽ ഇറക്കിയിട്ട് നമ്മളെ ഇതിലേക്ക് പമ്പ് ചെയ്യണം. അത് മോട്ടർ നില സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പുഴയിൽ വെച്ചിട്ട് നമുക്ക് പടുതേക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്യാണ്ട്. അപ്പൊ അതിന്റെ പണിയൊക്കെ ഇപ്പൊ ചെയ്തു വെക്കട്ടെ. ഇന്നെന്തായാലും തൈകൾ നട്ടു തുടങ്ങണം. ഇന്നോ നാളെ രാവിലെ തൈകൾ നടണം. ചിലപ്പോൾ വൈകിട്ട് നടും, അല്ലെങ്കിൽ നാളെ രാവിലെ നട്ടു കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഇത് മറക്കണ്ട, പറ്റുന്ന എല്ലാവരൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു കുറ്റിക്കുരുമുളകെങ്കിലും വീട്ടിൽ നട്ടു വെക്കുക. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് കുരുമുളക്. നമ്മളെല്ലാപ്പോഴും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു കൊടുക്കി.